ഹായ് സുഹൃത്തുക്കളെ, ഡെയിലി വേവ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് മുമ്പ് ഒരു കമൻറ്റ് വന്നിരുന്നു. സ്ത്രീകൾക്ക് ആനൽ സെക്സ് ആസ്വദിക്കാൻ കഴിയുമോ എന്നതായിരുന്നു ആ കമൻറ്റ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പ്രാക്ടീസിനിടയിൽ ആനൽ സെക്സ് ആസ്വദിക്കുന്ന സ്ത്രീകളെയും അത് ഇഷ്ടപ്പെടാത്തവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ രണ്ട് ഗ്രൂപ്പുകളെയും വേർതിരിക്കുന്നത്? ആനൽ സെക്സിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അനുഭവങ്ങൾ, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്നിവയാണ് ഇതിന് കാരണം. ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പല സ്ത്രീകൾക്കും ആനൽ സെക്സ് ഒരു സമ്മർദ്ദമായി തോന്നിയിട്ടുണ്ടാകും. ചിലർക്കത് തെറ്റായ വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടായിരിക്കും. ഉദാഹരണത്തിന് വജൈനൽ സെക്സ് പോലെ തന്നെ ആനൽ സെക്സും വളരെ എളുപ്പമാണ് എന്ന ധാരണ. എന്നാൽ ആനൽ സെക്സിന് ശരീരം തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ബട്ട് പ്ലഗുകൾ ഉപയോഗിച്ച് ശരീരം സാവധാനം ട്രെയിൻ ചെയ്യിക്കണം. ആനൽ പ്രദേശത്ത് സ്വാഭാവികമായ ലൂബ്രിക്കേഷൻ ഇല്ലാത്തതിനാൽ ഗുണനിലവാരമുള്ള ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കണം. വേഗത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കരുത്. സാവധാനം മൃദുവായ രീതിയിൽ ശരീരത്തെ അനുവദിക്കുക. വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് ആനൽ സെക്സിനെ കുറിച്ചുള്ള നെഗറ്റീവ് ഫീലിംഗുകൾ വരാം. അതുകൊണ്ട് ശരീരത്തിൻ്റെ സിഗ്നലുകൾ ശ്രദ്ധിക്കുക. നമ്മൾ വളരുന്ന സെക്സ് നെഗറ്റീവ് സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകൾക്ക് ലൈംഗികതയെക്കുറിച്ച് വളരെ മോശമായ ധാരണകളാണ് ഉണ്ടാകുന്നത്. അനൽ സെക്സ് അശുദ്ധമാണ്, നല്ല പെൺകുട്ടികൾക്ക് ഇത് ചേർന്നതല്ല എന്നീ ആശയങ്ങൾ പലരുടെയും മനസ്സിലുണ്ട്. എന്നാൽ ലൈംഗികതയിൽ എന്താണ് ശരി, എന്താണ് തെറ്റി എന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങൾക്ക് ആനൽ പ്ലഷർ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കാനുള്ള അവകാശം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ലജ്ജിക്കേണ്ടതില്ല. ആനസിൻ്റെ അവിടെ ധാരാളം നർവ്സ് ഉണ്ട്. അതിനാൽ തന്നെ പൂർണ്ണ പെനിട്രേഷൻ ഇല്ലാതെ തന്നെ ആനൽ സിമുലേഷൻ സുഖകരമായി ചെയ്യാം. ചില സ്ത്രീകൾക്ക് ബട്ട് പ്ലഗ്സ്, ഫിംഗർ ടിപ്പിംഗ് അല്ലെങ്കിൽ ലൈറ്റ് മസാജസ് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. നിങ്ങൾ പരീക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകൾ എന്തെല്ലാമാണെന്ന് വിശകലനം ചെയ്യുക. ആനൽ സെക്സിനോടുള്ള ആശയം തുറന്ന് സംസാരിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കാം, ഇത് വേദനിപ്പിക്കുമോ എന്ന ഭയമായിരിക്കാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പങ്കാളിയുമായി ഓപ്പണായി സംസാരിക്കണം. ഒരുമിച്ച് ഗെയിം പ്ലാൻ തയ്യാറാക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ബർത്ത്ഡേ സ്പെഷ്യലായി നിങ്ങൾക്ക് ആനൽ സെക്സ് ഗിഫ്റ്റായി കൊടുക്കാം. അടുത്ത തവണ എപ്പോൾ എന്നത് സ്ത്രീയുടെ മാത്രം തീരുമാനമായിരിക്കണം. സമ്മർദ്ദമുണ്ടാക്കുന്നത് ഒരു അനുഭവത്തെ നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് പങ്കാളിയോട് ഞാൻ അത് ആസ്വദിച്ചു, പക്ഷെ ഇപ്പോഴത്തേക്ക് മാത്രം മതിയെന്ന് തുറന്നു പറയാൻ കഴിയണം. ഒപ്പം സ്ത്രീകൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായും തുറന്ന് സംസാരിക്കണം. ആനൽ സെക്സ് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നത് ഓരോ സ്ത്രീയുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. അതിനായി ശരീരത്തെ തയ്യാറാക്കുക, മാനസിക തടസ്സങ്ങൾ മറികടക്കുക, പങ്കാളിയുമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ആനൽ സെക്സ് ഇഷ്ടമാണോ? എന്താണ് നിങ്ങളുടെ അനുഭവം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.